പത്തനംതിട്ട കലഞ്ഞൂരിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് 2 മരണം. തമിഴ്നാട് സ്വദേശികളായ സുന്ദരരാജ്, മകൾ ജനനി എന്നിവരാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന പ്രണവിന്റെ ഭാര്യയാണ് ജനനി. അപകടത്തിൽ പരിക്കേറ്റ പ്രണവിനെയും സുന്ദരരാജുവിന്റെ മകനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളത്ത് നിന്നും ശിവകാശിക്ക് പോയ കാറും തമിഴ്നാട്ടിൽ നിന്നും കച്ചി കയറ്റി വന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ കലഞ്ഞൂർ സ്ഥിരം അപകട മേഖലയാണെന്ന് നാട്ടുകാർ പറയുന്നു. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ സംസ്ഥാന പാതയിൽ പുലർച്ചെ 4 മണിയോട് കൂടിയാണ് ഈ അപകടമുണ്ടാകുന്നത്. നിയന്ത്രണം വിട്ട ലോറി കാറിലിടിച്ചാണ് അപകടം. 2 പേർ ഈ അപകടത്തിൽ മരണമടഞ്ഞിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശികളായ സുന്ദരരാജ്, മകൾ ജനനി എന്നിവരാണ് മരിച്ചത്. കാറിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. എറണാകുളം സ്വദേശിയായ പ്രണവാണ് കാർ ഓടിച്ചിരുന്നത്. പ്രണവിന്റെ സഹോദരനും ഒപ്പം സുന്ദരരാജിന്റെ മകൾ ജനനി, സുന്ദരരാജിന്റെ മകൻ എന്നിവരാണ് 5 പേരാണ് ഈ കാറിലുണ്ടായിരുന്നത്. എന്തായാലും ഈ വലിയ പള്ളിക്ക് സമീപം പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ വലിയ പള്ളിക്ക് സമീപമാണ് ഇത്തരമൊരു അപകടമുണ്ടായത്. അപകടത്തിൽ 2 പേർ കൂടി മരിച്ചിട്ടുണ്ട്. സ്ഥിരമൊരു അപകടം ഉണ്ടാകുന്നതായി സ്ഥിരമേഖലയായി വന്നിരിക്കുകയാണ്. കലഞ്ഞൂർ മുതൽ കോന്നി വരെ നിരവധി ആളുകളുടെ ജീവനാണ് നഷ്ടമാകുന്നത്. KSTPയും PWDയും ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യജീവന് അമൂല്യമാണ്. അത് ഏറ്റവും പ്രധാനം. നല്ല പാതയാണ്, പക്ഷെ ആ പാതയ്ക്ക് ആവശ്യമായ ബ്രേക്കർ സംവിധാനം, ആവശ്യമായ മറ്റ് സിഗ്നലുകൾ, അതുപോലെ തന്നെ അപകടമുണ്ടായിടത്തു നിന്ന് ലൈറ്റ് പോയാൽ ലൈറ്റിൽ നിന്ന് മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല. ഇപ്പോൾ കൈവരികൾ വീണ് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇട്ടിട്ട് പോകുന്ന സമീപനം. റോഡിൻ്റെ ഇരു സൈഡിലും കാട് കയറി കിടക്കുന്നു. വണ്ടി ഡ്രൈവ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് റോഡ് വ്യക്തമായി കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. നല്ല പാതയാണ്, പക്ഷേ അത് മനുഷ്യജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. കലഞ്ഞൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ മരിച്ചിട്ടുണ്ട്. അവിടെയും ബ്രേക്കർ സംവിധാനം വെക്കണമെന്നുള്ള ആവശ്യപ്പെട്ട് പഞ്ചായത്ത് നിരവധി യോഗം വിളിച്ചു. കഴിഞ്ഞ ദിവസം കോന്നി നമ്മുടെ താലൂക്ക് വികസന സമിതിയിൽ നമ്മുടെ ഈ KSTPയുടെ ആളുകൾ എത്താറില്ല. അപ്പോൾ കളക്ടർ അടിയന്തരമായ നടപടി സ്വീകരിച്ച് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടി, KSTPയുടെയും PWDയുടെയും ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നത്. അശാസ്ത്രീയമായ ഒരു വളവും ഒക്കെയാണ്. റോഡ് നല്ല റോഡാണ്. റോഡ് അശാസ്ത്രീയം എന്ന് പറയുന്നില്ല, പക്ഷെ റോഡ് നല്ല റോഡാണ്. ആ റോഡിന് ആവശ്യമായ സിഗ്നലുകളും ആവശ്യമായ മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തണം. അല്ലെങ്കിൽ നമുക്ക് ഈ റോഡ് കൊണ്ട് നമുക്ക് മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് മാത്രമായി മാറുക. കലഞ്ഞൂർ സ്കൂളിന്റെ ഫ്രണ്ടിലാണ് ഇത് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ആ വളവ് കൃത്യമായി നോക്കാതാണ് പലയിടത്തും ചെയ്തിരിക്കുന്നത്. സ്ഥിരം അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മരണങ്ങളും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പഞ്ചായത്ത് കമ്മിറ്റി കൂടി അതിനൊരു തീരുമാനം എടുത്താണ്. പക്ഷേ KSTPയോ PWO ഇതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ചെയ്യുന്നില്ല. വളരെ അതിനനുസരിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അപകടം ഒഴിവാക്കാൻ കഴിയുള്ളൂ. സാർ, ഇതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദൂരെ നിന്ന് വരുന്നവർക്ക് ഈ വളവ് അറിയില്ല. അവരെ നിരന്ന് ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ വളരെ കിലോമീറ്ററോളം നല്ലതാണ്. അതേ ലെവൽ പെട്ടെന്ന് ചെന്ന് ചെല്ലുമ്പോൾ സ്കൂളിൻ്റെ അവിടെ നിന്നുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിന്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഒരു വളവിലേക്ക് ചെല്ലുമ്പോൾ അവർ ഇറക്കുന്നു. ആ സമയത്താണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. ഇത് നമ്മൾ പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ രാവിലെ നടന്നതാണ് ഇത്. ഇവിടെ സ്ഥിരം അങ്ങനെ വലിയൊരു അപകടം നടക്കുന്ന ഏരിയ അല്ല. ഇത് ഉറങ്ങിയതോ എന്തോ ആണ് രാവിലെ. അല്ല, സ്ഥിരം വലിയൊരു അപകടമല്ല. കാരണം കാണാൻ പറ്റുന്നതാണ്. ഈ വളവിന് ലോറിക്കാരൻ ഉറങ്ങിപ്പോകാനേ ചാൻസ് ഉള്ളൂ. അത്തരത്തിലാണ്. എന്തായാലും നാട്ടുകാർ സ്ഥിരമായി ഇത്തരത്തിൽ പരാതി പറയുന്നത്. അധികൃതർ നടപടി സ്വീകരിക്കലെന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത്. കലഞ്ഞൂരിൽ നിന്നും ശശി നാരായണൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.